എന്റെ വിസ വന്നിക്ക് സൗദിക്കാണ്. അവിടെ ഒരു അറബിന്റെ പേരിൽ ഹൗസ് ഡ്രൈവർ ആയിട്ടാ. എനിക്ക് അറബി കാര്യമായിട്ട് അറിയില്ല. നിങ്ങള് ഓനോട് പറഞ്ഞിട്ടില്ലേ? എടാ അതൊക്കെ ഓർക്കറിയാം. എല്ലാരും ആദ്യം പോകുമ്പോ അങ്ങനെയൊക്കെ തന്നെ അല്ലേ. നീ വേഗം പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. അടുത്ത 15-ന് കരിപ്പൂരിന്നാണ് ഫ്ലൈറ്റ്. എയർപോർട്ട് ലക്ഷ്യമാക്കിയുള്ള ആ യാത്രയിൽ റഹീമിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടതെല്ലാം താൽക്കാലികമായിട്ടെങ്കിലും ഉപേക്ഷിച്ചാണ് അയാൾ യാത്രയാകുന്നത്. കഷ്ടപ്പെട്ടു വളർത്തിയ, ജീവനിലേറെ സ്നേഹിക്കുന്ന ഉമ്മ, മോശം കാലങ്ങളിൽ പരസ്പരം തണലായി നിന്ന സഹോദരങ്ങൾ, നാട്ടിലെ കൂട്ടുകാർ, അവരോടൊത്തുള്ള നല്ല നിമിഷങ്ങൾ. ഇനി ഇതൊന്നുമില്ലാത്ത വരണ്ട നാളുകളാണ് മുൻപിൽ. പക്ഷേ അതിജീവിച്ചേ പറ്റൂ. ജീവിതത്തിൽ കരപറ്റണമെങ്കിൽ കടല് താണ്ടാതെ യാതൊരു നിവൃത്തിയുമില്ല. ഗൾഫിലൊരു ജോലി എന്ന ദീർഘകാല സ്വപ്നത്തിന്റെ പിന്നാലെയാണ് ആ 24-കാരന്റെ യാത്ര. വീടിനടുത്തുള്ള ഒരു അനാഥാലയത്തിലെ ഡ്രൈവറായാണ് ഇത്രകാലവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും ആ ജോലി അവൻ ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷേ തുച്ഛമായ ആ ശമ്പളം കൊണ്ട് മാത്രം കുടുംബം പുലർത്താനാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉള്ളിൽ ഗൾഫ് മോഹങ്ങൾ പൂവിട്ടു തുടങ്ങിയത്. പുതിയ വീട്, വിവാഹം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, അങ്ങനെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടന്ന സ്വപ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്നു റഹീമിന്. ഗൾഫിൽ വിസയ്ക്കായുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്തതിനാലും ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ടും ഹൗസ് ഡ്രൈവർ ജോലിക്കുള്ള വിസയ്ക്കു വേണ്ടിയായിരുന്നു അവൻ പരിശ്രമിച്ചത്. ഒടുവിൽ ആ ശ്രമം വിജയം കണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു അറബി കുടുംബത്തിന്റെ ഹൗസ് ഡ്രൈവർ എന്നതാണ് ഉത്തരവാദിത്വം. പ്രവാസ ജീവിതത്തിന്റെ ദുരിതങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞ് അസ്വസ്ഥപ്പെടുത്തുന്ന കഥകൾ ഒരു പേടി പോലെ റഹീമിന്റെ ഉള്ളിലുണ്ട്. ഭാഷയറിയാത്തതിന്റെ വേവലാതികളും സുഹൃത്തുക്കളായ പ്രവാസികൾ പറഞ്ഞു കേട്ട ക്രൂരന്മാരായ അർബാബുമാരുടെ കഥകൾ റഹീമിന്റെയും ഉള്ളിൽ ചെറിയ തോതിൽ ഭീതി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന ഇല്ലായ്മകളെ അതിജീവിച്ച് ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ എന്ത് കഷ്ടപ്പാടും സഹിച്ചേ പറ്റൂ, റഹീം മനസ്സിൽ ഉറപ്പിച്ചു. ഏറെ വൈകിയില്ല. എയർ ഇന്ത്യയുടെ വിമാനം റഹീമിനെയും കൊണ്ട് റിയാദ് എന്ന സ്വപ്ന നഗരം ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു. റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി കണ്ണുമിഴിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിരുന്ന അവനെ കാത്ത് സ്പോൺസറിന്റെ ഒരു ജീവനക്കാരനെത്തി. പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും അയാളെ പിന്തുടർന്ന റഹീം കാറിൽ കയറി. യാത്രക്കിടയിൽ റിയാദ് നഗരത്തിന്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഒരേ സമയം കൗതുകവും ആശങ്കയും അവനിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇനി ഈ വലിയ നഗരത്തിൽ താൻ ഒറ്റയ്ക്കാണെന്ന ചിന്ത റഹീമിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. സഹോദരൻ കുറിച്ചു നൽകിയ അകന്ന ബന്ധു നസീറിന്റെ നമ്പർ തന്റെ പോക്കറ്റ് ഡയറിയിൽ ഉണ്ടെന്ന് റഹീം ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. റിയാദിൽ ഒരു വലിയ കമ്പനിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന നസീർ 17 വർഷത്തോളമായി അവിടെ തന്നെയാണ്. എന്താവശ്യത്തിനും നസീറിനെ വിളിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം ഓർത്തപ്പോൾ ഒരല്പം ആശ്വാസം തോന്നി. വൈകാതെ കാർ സ്പോൺസറുടെ വീട്ടിലേക്ക് കയറി. സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ട കഥകളിലെല്ലാം ഉള്ള പോലെ കൊട്ടാര സമാനമായ ഒരു അത്യാഡംബര വീടാണ് അവൻ പ്രതീക്ഷിച്ചതെങ്കിലും അവരെത്തിയത് ഒരു ഇടത്തരം വീട്ടിലേക്കാണ്. അവനെ പുറത്തു നിർത്തി കൂടെ വന്ന ജീവനക്കാരൻ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് വന്ന് അവനോടും ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അത്ര വലുതല്ലെങ്കിലും ഒരു സൗദി കുടുംബത്തിന്റെ എല്ലാ പ്രമാണിത്വവും ആ വീടിനുണ്ടായിരുന്നു. അവിടെ ഒരു മുറിയിൽ പരമ്പരാഗത അറബി വേഷങ്ങൾ അണിഞ്ഞ ഒരു വയോധികൻ ഇരിക്കുന്നു. അയാൾ അവനോടൊന്നും സംസാരിച്ചില്ലെങ്കിലും അതാണ് തന്റെ സ്പോൺസർ എന്ന് റഹീമിന് മനസ്സിലായി. ഫായിസ് അബ്ദുറഹ്മാൻ അൽ ഷഹീരി. തന്റെ വിസയിൽ കണ്ട ആ പേര് അവൻ ഓർത്തു. അവിടെ ജോലി ചെയ്തിരുന്ന മറ്റൊരാളാണ് അവന് ജോലിയെക്കുറിച്ചെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. പതിവ് പോലെ മുഴുവനും മനസ്സിലായില്ലെങ്കിലും താൻ പറഞ്ഞു കേട്ടതുപോലെ ഹൗസ് ഡ്രൈവറായല്ല താൻ എത്തിയിരിക്കുന്നതെന്ന് റഹീമിന് മനസ്സിലായി. സ്പോൺസറുടെ മകന്റെ പേഴ്സണൽ ഡ്രൈവറാണ് താൻ.
ആ ജീവനക്കാരൻ തന്നെ റഹീമിനെ മകന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ആ മുറിയിലേക്ക് കടക്കുമ്പോൾ തൻ്റെ ജീവിതം തന്നെ മാറിമറിയാൻ കാരണക്കാരനാകുന്നയാളെയാണ് താൻ ഇനി കാണാൻ പോകുന്നതെന്ന തിരിച്ചറിവ് റഹീമിന് അന്നില്ലായിരുന്നു. അർബാബിന്റെ 21 വയസ്സുകാരനായ മകൻ എന്ന് കേട്ടപ്പോൾ പ്രതീക്ഷിച്ച ഒരാളായിരുന്നില്ല റഹീം ആ മുറിയിൽ കണ്ടത്. അനസ് ബിൻ ഫായിസ് അൽ ഷഹീരി. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വീൽ ചെയറിൽ മുറിയിലെ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണവൻ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരപകടത്തിൽപ്പെട്ട് കഴുത്തിന് താഴോട്ട് ചലനശേഷിയില്ലാതായ അനസ് വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. ശ്വാസം എടുക്കുന്നതിനായി കഴുത്തിൽ പ്രത്യേകതരം ഒരു ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ട്. ശരീരം ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും അനസിന്റെ മുഖത്ത് അത്ര അവശതകളൊന്നുമില്ലെന്നത് റഹീം പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചു. ജീവനക്കാരൻ റഹീമിനെ അനസിനെ പരിചയപ്പെടുത്തി. റഹീം ഭവ്യതയോടെ സലാം പറഞ്ഞെങ്കിലും അനസ് അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. അനസിനെ പുറത്തും കടയിലുമെല്ലാം കൊണ്ടുപോവുക, ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു നൽകുക എന്നതെല്ലാം ആയിരുന്നു റഹീമിന്റെ ജോലി. പ്രതീക്ഷിച്ച പോലെ വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് റഹീമിന് അപ്പോഴേക്കും മനസ്സിലായിരുന്നു. അതവന് വലിയ ആശ്വാസവും നൽകി. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ അയാൾ മനസ്സിൽ തീർച്ചപ്പെടുത്തി. പിറ്റേ ദിവസം മുതൽ അനസുമായി റിയാദിലെ തെരുവുകളിലൂടെ മാളുകളിലേക്കും സൂക്കുകളിലേക്കും അയാൾ കാർ ഓടിക്കാൻ തുടങ്ങി. വഴി കണ്ടുപിടിക്കാനും മറ്റും കുറച്ച് തപ്പിയതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അനസിനെ തിരിച്ച് റൂമിൽ എത്തിച്ചാൽ മറ്റു കാര്യമായ പണികളുമില്ല. വിശ്രമിക്കാനും മറ്റും ധാരാളം സമയം. റഹീം വീട്ടിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം ഉമ്മയോട് പറഞ്ഞു. എല്ലാം അറിഞ്ഞപ്പോൾ ഉമ്മയ്ക്കും സന്തോഷം. അങ്ങനെ ആ ദിവസങ്ങൾ മുന്നോട്ട് പോയി. പോകെ പോകെ റഹീം ഒരു കാര്യം ശ്രദ്ധിച്ചു. അനസ് ഒരു പ്രത്യേകതരം സ്വഭാവക്കാരനാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ അവൻ പെട്ടെന്ന് അസ്വസ്ഥനാകും. വല്ലാതെ വാശി പിടിക്കും. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കയ്യിൽ കിട്ടുന്നത് എടുത്ത് എറിയും. അതുകൊണ്ട് തന്നെ അവനോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് റഹീം തീരുമാനിച്ചു. 2006 നവംബർ 18 റഹീം ജോലിയിൽ കയറിയിട്ട് ഒരു മാസം പിന്നിടുന്ന ദിവസമായിരുന്നു അന്ന്. അന്നേ ദിവസം ജോലിക്ക് കയറാൻ തയ്യാറെടുക്കുന്നതിനിടെ ഇന്ന് ശമ്പളം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അയാൾ മനസ്സിലോർത്തു. അതിൽ വലിയൊരു ഭാഗം എന്ത് വന്നാലും നാട്ടിലേക്ക് അയക്കണം. കുറച്ചു പണം സൂക്ഷിച്ചു വെക്കണം. ബാക്കി കൊണ്ട് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി. റെഡിയായി റൂമിൽ നിന്നും പുറത്തിറങ്ങിയ അവൻ നേരെ അനസിന്റെ മുറിയിലേക്ക് നടന്നു. രാവിലെ തന്നെ ചില സാധനങ്ങൾ വാങ്ങിക്കാനായി പോകണമെന്ന് തലേ ദിവസം അനസ് റഹീമിനോട് പറഞ്ഞിരുന്നു. മുറിക്കുള്ളിൽ ചെന്നപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുകയാണ് അനസ്. അറബിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. താൻ വൈകി എന്ന് പറഞ്ഞ് വഴക്കു പറയുകയാണ് അനസ് എന്ന് റഹീമിന് മനസ്സിലായി. വൈകാറൊന്നുമില്ലെങ്കിലും മിക്ക ദിവസവും അത് പതിവായതിനാൽ തന്നെ റഹീം അത് മൈൻഡാക്കാതെ വീൽ ചെയർ ഉന്തി അനസിനെ പുറത്തേക്ക് കൊണ്ടുപോയി. കാറിലേക്ക് അനസിനെ എടുത്തു വെച്ച ശേഷം ഡോർ അടച്ച് കാറിൽ കയറി നേരെ റോഡിലേക്ക്. സമയം രാവിലെ 7 മണി മാത്രമായതുകൊണ്ടാവണം റോഡിൽ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രക്കിടെ അൽ അസീസിയ ഏരിയയിലെ ഹൈപ്പർ പാണ്ട മാർക്കറ്റിന് സമീപം ട്രാഫിക് സിഗ്നലിൽ വാഹനമെത്തി. സിഗ്നലിൽ റെഡ് ലൈറ്റ്. സിഗ്നൽ കണ്ട് റഹീം കാർ ഒതുക്കി നിർത്തിയതും പൊടുന്നനെ അനസ് ബഹളം വെക്കാൻ തുടങ്ങി. വാഹനം നിർത്തിയത് അവന് തീരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാർ മുന്നോട്ടെടുക്കാൻ അവൻ റഹീമിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ സൗദിയിലെ കർശനമായ റോഡ് നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ റഹീം അതിന് കൂട്ടാക്കിയില്ല. പക്ഷേ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. അനസ് തന്റെ ബഹളം തുടരുകയാണ്. റെഡ് ലൈറ്റും സിഗ്നലും എല്ലാം കാണിച്ച് അറിയാവുന്ന ഭാഷയിൽ റഹീം അനസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അനസ് ഒട്ടും അടങ്ങിയില്ല എന്ന് മാത്രമല്ല, നിമിഷ നേരം കൊണ്ട് അയാളുടെ സ്വഭാവം തന്നെ മാറാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം റഹീം ഒട്ടും പ്രതീക്ഷിക്കാതെ അത് സംഭവിച്ചു. റഹീമിന്റെ മുഖത്തേക്ക് അനസ് ദേഷ്യം മുഴുവൻ വലിച്ചെടുത്ത് ഒരൊറ്റ തുപ്പ്. ആ നീക്കം റഹീം ഒരിക്കലും ഓർത്തിരുന്നതല്ല. ഒരേ സമയം വേദനയും ദേഷ്യവും ഒക്കെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. പക്ഷേ പാടില്ല, അന്നമാണ്, അനങ്ങരുത്, റഹീം മനസ്സിലോർത്തു. എന്നാൽ പിന്നെയും മനസ്സ് ഇത് തന്നെ ആവർത്തിക്കുന്നു എന്നായപ്പോൾ റഹീം തന്റെ കൈകൊണ്ട് അതിനെ തടഞ്ഞു എന്നാണ് റഹീം ഓർക്കുന്നത്. പെട്ടെന്ന് ഗ്രീൻ സിഗ്നൽ വീണു. ചുറ്റിലും പടർന്ന നിശബ്ദതയും തനിക്ക് വന്ന് ഭവിക്കാനിരിക്കുന്ന ആ വലിയ ദുരന്തവും ഒന്നും അറിയാതെ, പുറകിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ റഹീം കാർ മുന്നോട്ടെടുത്തു പോയി.
എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോഴാണ് റഹീം അത് ശ്രദ്ധിച്ചത്. പുറകിൽ നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല. ഇത്ര പെട്ടെന്ന് അനസ് ശാന്തശീലനായോ? ആ റിയർവ്യൂ മിററിലൂടെ റഹീം ഒന്ന് പിന്നോട്ട് നോക്കിയതും പന്തുകേട് മണത്ത് റഹീം വാഹനം പതിയെ ഒന്ന് നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അനക്കമില്ലാതെ കിടക്കുന്ന അനസിനെയാണ്. ശ്വാസമെടുക്കുന്നതായി കാണുന്നില്ല. തൊണ്ടയിൽ ഘടിപ്പിച്ച ഉപകരണം പ്രവർത്തനരഹിതമായിരിക്കുന്നു. റഹീമിന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി തുടങ്ങി. തൊണ്ടയിലെ വെള്ളം വറ്റി. അതെ, അനസ് മരണപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. തൻ്റെ അർബാബിന്റെ മകനാണ് ഈ മരിച്ചു കിടക്കുന്നത്. താൻ സൗദി അറേബ്യയിലാണുള്ളത്. ഈ ചിന്തകളെല്ലാം അവന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥ. തന്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തതിനാൽ കാറിൽ കിടന്ന അനസിന്റെ ഫോൺ എടുത്ത് അവൻ ബന്ധുവായ നസീറിന്റെ നമ്പർ ഡയൽ ചെയ്തു. നസീർക്ക, അറബിയായിട്ടൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ ആകെ പെട്ടിക്കാണ്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുമോ? എന്താ പ്രശ്നം? ഞാൻ ഓഫീസ് തിരക്കിലാണ്, നീ കാര്യം പറ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരും നസീർക്ക. എനിക്ക് ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവണില്ല. ആകെ പ്രശ്നത്തിലാണ്. ശരി ശരി ശരി, ഞാനൊരു അരമണിക്കൂറുണ്ട് എത്താം. നസീർ എത്തുമ്പോൾ സമീപത്തെ ഒരു പാർക്കിങ്ങിൽ വാഹനം നിർത്തിയിരിക്കുകയായിരുന്നു റഹീം. കാറിൽ അനസുമുണ്ട്, അനക്കമറ്റ്. റഹീം കരഞ്ഞുകൊണ്ട് നസീറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ നസീറും പരിഭ്രാന്തനായി. അബദ്ധം പറ്റിയതാണെന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നും റഹീം നസീറിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നസീറിനും എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ലായിരുന്നു. ഒടുവിൽ അപ്പോഴത്തെ ഭീതിയും ആശങ്കയും നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ സംഭവം കേസാകാതിരിക്കാൻ ഇരുവരും ചേർന്ന് ഒരു കഥ മെനഞ്ഞു. മാളിലേക്ക് പോകും വഴി ഒരു കള്ളസംഘം ആക്രമിച്ചെന്നും റഹീമിനെ കാറിൽ ബന്ദിയാക്കിയെന്നും അനസിനെ ആ സംഘം മർദ്ദിച്ചെന്നും അങ്ങനെ അനസ് മരണപ്പെട്ടുവെന്നും. അതായിരുന്നു ആ കഥ. പോലീസ് അധികം വൈകാതെ സംഭവ സ്ഥലത്തെത്തിയതും റഹീം ഈ കഥ ആവർത്തിച്ചു. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ചെയ്തതാണെങ്കിലും ഈ കേസിനെ ഏറ്റവും കൂടുതൽ സങ്കീർണമാക്കിയ ആ കള്ളക്കഥ, സൗദി കുടുംബത്തെ കൂടുതൽ പ്രകോപിപ്പിച്ച കഥ. റഹീം പറയുന്നതെല്ലാം വെറും കെട്ടുകഥയാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല. റഹീമിന് പിടിച്ചു നിൽക്കാനുമായില്ല. ഒടുവിൽ നടന്നതെല്ലാം അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. അതോടെ റഹീമിനെയും സഹായത്തിന് വന്ന നസീറിനെയും സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസ് കോടതിയിലെത്തി. മരണം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് റഹീം മൊഴിയും നൽകി. എന്നാൽ സംരക്ഷിക്കാനായി ഏൽപ്പിച്ചയാൾ തന്നെ ഭിന്നശേഷിക്കാരനായ അനസിനെ കൊല്ലുകയും അത് മറച്ചുവെക്കാൻ കള്ളക്കഥ പറയുകയും ഗുരുതരാവസ്ഥയിൽ ചികിത്സ കിട്ടാതെ അത്രയും സമയവും അനസിനെ കാറിൽ തന്നെ കിടത്തിയതും അനസിന്റെ ആരോഗ്യസ്ഥിതി അറിയാവുന്ന റഹീം കുടുംബത്തെ അറിയിക്കാതിരുന്നതും സൗദി കുടുംബത്തിന്റെ വക്കീൽ കോടതിയിൽ വാദിച്ചു. മകനെ കൊന്ന റഹീമിന് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്ന നിലപാടിലായിരുന്നു അനസിന്റെ മാതാപിതാക്കൾ. സാഹചര്യ തെളിവുകളെല്ലാം റഹീമിനെതിരായി. അബദ്ധത്തിൽ സംഭവിച്ചതാണ്, പേടിച്ചു പോയതുകൊണ്ട് കള്ളം പറഞ്ഞതാണ് തുടങ്ങിയ റഹീമിന്റെ വാദങ്ങളൊന്നും കോടതിയിൽ വിലപ്പോയില്ല. ഒടുവിൽ റഹീമും നസീറും ജയിലിൽ അടയ്ക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ജയിൽവാസത്തിന്റെ നാളുകൾ. റിയാദിലെ ആ വലിയ ജയിലിൽ ഭയത്തോടെ നീറി കഴിയുമ്പോഴും റഹീമിന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. തന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ റഹീം മുന്നോട്ട് പോയി. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. റഹീമിനായി ആരും വന്നില്ല. പ്രതീക്ഷകൾ പതിയെ വാടി തുടങ്ങി. ഇതിനിടയിൽ കേസിൽ വധശിക്ഷയ്ക്കാണ് സാധ്യത എന്നും റഹീം തിരിച്ചറിഞ്ഞതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. തന്റെ അവസാനം ഈ ജയിലിലായിരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു. ആ ദിവസങ്ങളിലെല്ലാം നാടും വീടുമെല്ലാമായിരുന്നു റഹീമിന്റെ ചിന്തകൾ. പരിമിതികൾക്കിടയിലും സന്തോഷത്തോടെ ജീവിച്ച ആ നല്ല നാളുകൾ. അതെല്ലാം ഉപേക്ഷിച്ച് ഈ നാട്ടിലേക്ക് വിമാനം കയറിയ ആ ദിവസത്തെ അയാൾ നിരന്തരം പഴിച്ചുകൊണ്ടിരുന്നു. റഹീമും നസീറും പിടിയിലായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യം പുറം ലോകമോ സൗദിയിലെ മലയാളി കൂട്ടായ്മകളോ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. മറ്റൊരാവശ്യത്തിനായി ഇതേ ജയിലിൽ എത്തിയ റിയാദിലെ മാധ്യമപ്രവർത്തകരായ ഷക്കീബ് കൊളക്കാടനും നജീം കൊച്ചുകലുങ്കും നസീറിനെ യാദൃശ്ചികമായി അവിടെ വെച്ച് കണ്ടതോടെയാണ് കൊലപാതക കേസിൽ 2 മലയാളികൾ ജയിലിൽ കഴിയുന്നുണ്ടെന്നുള്ള വിവരം പുറം ലോകം അറിയുന്നത്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഇന്ത്യൻ എംബസിയും KMCC ഉൾപ്പെടെയുള്ള സംഘടനകളും കേസിൽ ഇടപെട്ടു. അങ്ങനെയാണ് സൗദിയിലെ ഇന്ത്യൻ എംബസി വെൽഫെയർ വിഭാഗം ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തുന്നത്.
അദ്ദേഹം ജയിലിലെത്തി റഹീമിനെ കണ്ടു. റഹീമിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായതോടെ മോചനത്തിനായി കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം വാക്കും കൊടുത്തു. അവിടെ മുതൽ സ്ഥിതിഗതികൾ മാറാൻ തുടങ്ങി. യൂസഫ് കാക്കഞ്ചേരി, അഭിഭാഷകൻ അബു മിസ്ഫർ എന്നിങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തകരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളാണ് കേസിൽ റഹീമിന് അനുകൂലമായി മാറിയത്. അതേസമയം ഇങ്ങു നാട്ടിൽ റഹീമുമായുള്ള ബന്ധമെല്ലാം നഷ്ടപ്പെട്ടതോടെ വീട്ടുകാരും സുഹൃത്തുക്കളും എന്ത് സംഭവിച്ചു അയാൾക്കെന്നറിയാതെ ആശങ്കയിലായി. പതിയെ അവരും റഹീമിന് വന്നുപെട്ട ദുരിതങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ കേസിന്റെ വാദവും വിസ്താരവും ഒക്കെ പൂർത്തിയായി. അടുത്ത ഘട്ടം എന്ന നിലയിൽ അനസിനെ റഹീം മനഃപൂർവ്വം കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നതായി ഖുർആനിൽ തൊട്ട് സത്യം ചെയ്യാൻ അനസിന്റെ പിതാവിനോട് കോടതി ആവശ്യപ്പെട്ടു. വധശിക്ഷ ഉൾപ്പെടെയുള്ള വലിയ ശിക്ഷകൾക്ക് മുന്നോടിയായി സൗദി കോടതികളിൽ നിലവിലുള്ള ഒരു രീതിയായിരുന്നു ഇത്. സൗദി പിന്തുടരുന്ന ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് അങ്ങനെ സത്യം ചെയ്താൽ കുറ്റം തെളിഞ്ഞതിന് തുല്യമായി തന്നെയാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ വധശിക്ഷയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലുമായിരിക്കും. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ജയിലിലും നാട്ടിലും റഹീമിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉയർന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സത്യം ചെയ്യാൻ തനിക്കാവില്ലെന്ന് അനസിന്റെ പിതാവ് കോടതിയെ അറിയിച്ചു. അതോടെ റഹീമിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർക്ക് കേസിൽ ആദ്യമായി ഒരു പ്രതീക്ഷ കൈവന്നു. എന്നാൽ അവിടെയും നിർഭാഗ്യം റഹീമിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കേസ് പുരോഗമിക്കുന്നതിനിടെ അനസിന്റെ പിതാവ് മരണപ്പെട്ടു. പിന്നീട് അനസിന്റെ ജ്യേഷ്ഠനും ബന്ധുക്കളും ചേർന്നാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. ദിയാദനത്തിന്റെ ചർച്ചയ്ക്ക് പോലും ആ കുടുംബം ആദ്യഘട്ടത്തിൽ ഒരുക്കമേ അല്ലായിരുന്നു. ബന്ധുക്കൾ വധശിക്ഷയിൽ ഉറച്ചു നിന്നതോടെ കോടതി വിധി പ്രസ്താവനയിലേക്ക് കടന്നു. അങ്ങനെ 2011 ഫെബ്രുവരി 2 കോടതി റഹീമിന് ശിക്ഷ വിധിച്ചു. എന്ത് തന്നിലേക്ക് വന്നു ചേരരുതെന്ന് അയാൾ ആഗ്രഹിച്ചു, അതേ ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ വധശിക്ഷ. ആ ശിക്ഷാവിധി കേട്ട റഹീം തളർന്നു വീണുപോയി. അതേസമയം റഹീമിനെ സഹായിച്ച കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട നസീർ 10ാം വർഷം മോചിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പീൽ പോവുകയും റഹീമിന് പറയാനുള്ളതെല്ലാം പരിഭാഷകർ മുഖേന മേൽക്കോടതി കേൾക്കുകയും ചെയ്തെങ്കിലും മേൽക്കോടതിയും ഖുർആൻ തൊട്ട് സത്യം ചെയ്യാൻ അനസിന്റെ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. കാരണം ഇത്തവണ അനസിന്റെ ജ്യേഷ്ഠൻ ഖുർആൻ തൊട്ട് സത്യം ചെയ്തു. അതോടെ മേൽക്കോടതിക്കും വധശിക്ഷ ശരിവെക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഈ അപ്പീൽ കാലയളവിൽ അനസിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ റഹീമിന്റെ വിധി മറ്റൊന്നാവുമായിരുന്നേനെ. പ്രതീക്ഷയറ്റ് റഹീം ജയിലിൽ കിടക്കുന്ന ഈ സമയത്തും KMCCയുടെ നേതൃത്വത്തിൽ സർവകക്ഷി നിയമസഹായ സമിതി രൂപീകരിക്കപ്പെട്ടിരുന്നു. വലിയ നിയമ പോരാട്ടങ്ങൾ പിന്നെയും നടന്നു. 2017 പ്രത്യേക ബെഞ്ച് വധശിക്ഷ റദ്ദാക്കുകയുണ്ടായി. തൊട്ടുപിന്നാലെ സൗദി കുടുംബത്തിന്റെ അപ്പീലിൽ 2019 2021 കോടതികൾ വീണ്ടും റഹീമിന്റെ വധശിക്ഷ ശരിവച്ചു. പക്ഷേ റഹീം തളർന്നില്ല. മരണം കൺമുന്നിൽ എത്തിയപ്പോഴും പ്രതീക്ഷയുടെ ചെറുകണിക ഉള്ളിൽ എവിടെയോ റഹീം സൂക്ഷിച്ചിരുന്നു. ഇടയ്ക്കിടെ കാണാനെത്തുന്ന നിയമസഹായ കമ്മിറ്റി അംഗങ്ങളും പ്രവാസി സംഘടനാ പ്രവർത്തകരുമെല്ലാമായിരുന്നു ആ പ്രതീക്ഷ റഹീമിൽ നിലനിർത്തി പോന്നത്. വല്ലപ്പോഴും ഫോണിലൂടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശബ്ദം കേൾക്കാനായതും വീണു പോകാതെ പിടിച്ചു നിൽക്കാൻ റഹീമിന് കരുത്തായി. ഒടുവിൽ നിയമ നടപടികളെല്ലാം ഏതാണ്ട് അവസാനിച്ച മട്ടായി. കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പ് ചർച്ചകളിൽ മാത്രമായി നിയമസഹായ കമ്മിറ്റിയുടെ പ്രതീക്ഷ. തുടക്കകാലത്തൊക്കെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ പോലും കുടുംബം വിസമ്മതിച്ചപ്പോൾ ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കമ്മിറ്റിക്കായിട്ടുണ്ടായിരുന്നു. സൗദിയിലെ മലയാളി വ്യവസായ പ്രമുഖരും സർക്കാരിലെ ഉന്നതരുമെല്ലാം പലതരത്തിൽ ചർച്ചകളുടെ ഭാഗമാവുകയും പല വാഗ്ദാനങ്ങൾ അനസിന്റെ കുടുംബത്തിന് നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അനസിന്റെ പേരിൽ പള്ളി നിർമ്മിച്ചു നൽകാമെന്നുള്ള ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ വാഗ്ദാനം ചർച്ചയിൽ വലിയ പുരോഗതിയും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് ആ ഒത്തുതീർപ്പ് ചർച്ചകളോട് ചെറിയ രീതിയിലെങ്കിലും അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന അനസിന്റെ പിതാവ് വാഹനാപകടത്തിൽപ്പെട്ട് മരണമടയുന്നത്. പിന്നീട് കേസ് നടത്തിയ അനസിന്റെ ഉമ്മയും ബന്ധുക്കളുമാകട്ടെ ഒരു ഘട്ടത്തിലും പണം സ്വീകരിച്ച് റഹീമിന് മോചനം നൽകാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, വധശിക്ഷയിൽ കുറഞ്ഞതൊന്നിനും അവർ ഒരുക്കമല്ലായിരുന്നു. എന്നാൽ ഇടനിലക്കാരും മതപുരോഹിതരും വഴി പിന്നെയും വർഷങ്ങളോളം നടത്തിയ ശ്രമത്തിൽ ദിയാദനം സ്വീകരിക്കാമെന്നതിലേക്ക് ഒടുവിൽ കുടുംബം എത്തി. അവിടെ മുതൽ പിന്നെയും റഹീമിന്റെ ജീവിതത്തിൽ വെളിച്ചം വീശി തുടങ്ങി. ആദ്യം 3 കോടി റിയാലിനും പിന്നീട് അത് കുറച്ച് 1.5 കോടി റിയാലിലേക്കും കാര്യങ്ങളെത്തി. 1.5 കോടി റിയാൽ
അഥവാ ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപ. നിയമസഹായ കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമായിരുന്നെങ്കിലും 34 കോടി രൂപ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ മോചനത്തിന് വേണ്ടി ഇത്ര വലിയൊരു തുക പിരിച്ച ചരിത്രം അതുവരെ ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ തുക ആവശ്യപ്പെടുമ്പോൾ റഹീമിനെ പോലെ ഒരാൾക്ക് വേണ്ടി ഇത്ര ഭീമമായ പണം കണ്ടെത്താൻ ആർക്കും സാധിക്കില്ലെന്ന് അനസിന്റെ കുടുംബം ഉറപ്പിച്ചിരുന്നു. എങ്കിലും അസാധ്യമെന്ന് കരുതിയതിൽ നിന്നും ഇത്രയെങ്കിലും എത്തിച്ചിട്ട് പിന്മാറാൻ കൂടെ നിന്ന സന്മനസ്സുകൾ ഒരുക്കമല്ലായിരുന്നു. സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ മുഴുവൻ സമയം ഇതിനായി രംഗത്തിറങ്ങി. റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ച് റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി. വൈകാതെ തന്നെ അവരോടൊപ്പം ലോകത്തെ മലയാളി സമൂഹം മുഴുവൻ കൈകോർത്തു. പിന്നെ കേരളം കണ്ടത് സമാനതകളില്ലാത്ത ധനസമാഹരണമായിരുന്നു. റഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാനാവാതെ സേവ് അബ്ദുൾ റഹീം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രൂപീകരിച്ച ജനകീയ ഫണ്ടിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പണം ഒഴുകിക്കൊണ്ടേയിരുന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാം കൈകോർത്തു. ഇതിനിടയിൽ റഹീമിനായി ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ധനസമാഹരണ സന്നദ്ധയാത്രകൾ നടക്കുന്നതിനിടയിൽ ഒരു സംഭവമുണ്ടായി. യാത്ര എറണാകുളത്തെത്തിയപ്പോൾ ഒരു യുവതി ബോബി ചെമ്മണ്ണൂരിന്റെ പക്കൽ റഹീമിനായി തരാൻ തന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു സാധനം ഏൽപ്പിച്ചു. ഒരു നിമിഷം ബോബി ചെമ്മണ്ണൂര് പോലും തന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആ മനുഷ്യത്വത്തിന്റെ വിലമതിക്കുന്ന വസ്തുവിലേക്ക് ഉറ്റുനോക്കി. അതൊരു താലിമാലയായിരുന്നു. ഓച്ചിറ സ്വദേശി സോഫി ബെന്നിയുടെ കെട്ടുതാലി. അവിടെ എത്തിയവരെല്ലാം അവരാൽ കഴിയുന്നത് തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ ചെറുപ്പക്കാരനായി കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ തൻ്റെ മകന് വേണ്ടി കരഞ്ഞതോർത്തപ്പോൾ തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ആ സ്വർണം കൊടുക്കാനാണ് സോഫിക്ക് തോന്നിയത്. തുക തികയാതെ വന്നാൽ ബാക്കി തുക നൽകാമെന്ന് വ്യവസായി യൂസുഫ് അലി നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും സോഫിയെ പോലുള്ള 10,000 ഈ യജ്ഞത്തിൽ പങ്കാളികളായതോടെ സംഘാടകരെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആപ്പിലെ തുക ആയിരങ്ങളിൽ നിന്നും ലക്ഷങ്ങളിലേക്കും പിന്നീട് കോടികളിലേക്കും എത്തി. ഒടുവിൽ എല്ലാവരും അസാധ്യമെന്ന് കരുതിയിരുന്ന ആ മാജിക് നമ്പറും കടന്ന് സമാഹരിച്ച തുകയെത്തി. അതെ, 34.5 കോടി ആവശ്യമായിരുന്നിടത്ത് ആപ്പിലേക്ക് എത്തിയത് 47.8 കോടി രൂപ. അതോടെ ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. 2024 മാർച്ച് അവസാനം ആരംഭിച്ച് ഏപ്രിൽ 12 വരെയുള്ള ചുരുങ്ങിയ ദിവസത്തെ കാലയളവിലാണ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ധനസമാഹരണങ്ങളിൽ ഒന്ന് നടന്നത്. വൈകാതെ റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി ഇന്ത്യൻ എംബസിക്ക് നൽകി എംബസി മുഖേന പണം കൈമാറി. ദീർഘമായ നിയമ നടപടികൾ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണം കോടതിയിൽ കെട്ടിവെച്ചിട്ടും റഹീമിന്റെ മോചനം വീണ്ടും ചെറുതായി നീണ്ടുപോയി. അങ്ങനെ പോകെ ആ ദിവസം വന്നെത്തി. അനസിന്റെ കുടുംബം ദിയാദനം സ്വീകരിച്ചു. തൊട്ടു പിന്നാലെ 2024 ജൂലൈ 2 റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി ഉത്തരവും ഇറങ്ങി. എന്നാൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ 20 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. അത് പൂർത്തിയാവാൻ ഏതാനും നാളുകൾ കൂടി റഹീമിന് ആവശ്യമായിരുന്നു. ഒടുവിൽ ആ ബലി പെരുന്നാൾ ദിനം കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴയിലെ സീനത്ത് മനസ്സിൽ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ ജനാവലിയിലേക്ക് ആ വൃദ്ധമാതാവ് ഇടയ്ക്കിടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ഈ കാലയളവിനിടെ പലതവണ അവൻ മോചിതനായെന്ന വാർത്ത അവർ കേട്ടതാണ്. പക്ഷെ പല കാരണങ്ങളാൽ അതെല്ലാം പാഴ്വാക്കുകളായി മാറിയതുമാണ്. എന്നാൽ ഇത്തവണ അവൻ വിമാനം കയറിയെന്ന വാർത്ത ഉള്ളത് തന്നെ. പടച്ചവന് ദുആ പറഞ്ഞു, സന്തോഷത്താൽ കണ്ണീരണിഞ്ഞുമെല്ലാം തളർന്ന അവശയായിട്ടുണ്ടെങ്കിലും 2 പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ആ പെറ്റമ്മയ്ക്ക് അവസാനത്തെ ഈ ദിവസം ഓരോ സെക്കൻഡുകളും ദീർഘമായി തന്നെ തോന്നിയിട്ടുണ്ടാകണം. ഒടുവിൽ വീടിന് മുന്നിൽ ആ ആഹ്ലാദാരവും അവർ കേട്ടു.
പുറത്തേക്ക് ഇറങ്ങി നോക്കിയ അവർ ആ കാഴ്ച കണ്ടു. മാധ്യമങ്ങളുടെ ക്യാമറകൾക്കും തടിച്ചുകൂടിയ ജനങ്ങൾക്കുമിടയിലൂടെ അവൻ, തൻ്റെ മകൻ അബ്ദുൾ റഹീം നടന്നു വരുന്നു. 20 കൊല്ലം മുൻപ് കുടുംബത്തിനായി മറുകര തേടിപ്പോയവൻ തൻ്റെ പൊന്നുമോൻ വീടണഞ്ഞിരിക്കുന്നു. ആ ഉമ്മയും മകനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. തിരുതിരെ ഉമ്മകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ കണ്ണീരിനും സന്തോഷത്തിനും ഒടുവിൽ ആ കൈകൾ ഉയർന്നു. അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാ മനുഷ്യർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് അതുയർന്നു ആ കൂപ്പുകൈകൾ. ജീവിതത്തിൽ വീടും നാടും വിട്ട് എങ്ങോട്ടും പോയിട്ടില്ലാത്ത തനി സാധാരണക്കാരിയായ ആ പാവം ഉമ്മയ്ക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ തൻ്റെ മകനെ തിരിച്ചു കിട്ടാൻ കാരണമായത് ഒന്ന് മാത്രമാണ്: അതിരുകളില്ലാത്ത മലയാളി സാഹോദര്യം. കോഴിക്കോട് നഗരത്തിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ ദരിദ്രമായ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന, ചോദിക്കാനും പറയാനും ഉന്നതരാരുമില്ലാത്ത റഹീം എന്ന അതിസാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരന് വേണ്ടി മലയാള നാട് ആഴ്ചകൾ കൊണ്ട് പിരിച്ചെടുത്തത് ഒന്നും രണ്ടുമല്ല, 47 കോടിയിലധികം രൂപയാണ്. വെറും 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു നാടാണ് സാധാരണക്കാരനായ ഒരാൾക്ക് വേണ്ടി ജാതിയോ മതമോ കൊടിയുടെ നിറമോ പ്രാദേശിക വിഭാഗീയതയോ ഒന്നും നോക്കാതെ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിന്നത്. ഒരു മനുഷ്യജീവന് വേണ്ടി വന്നാൽ 100 കോടിയും പിരിച്ചെടുക്കാനുള്ള കെൽപ്പ് ഈ നാടിനുണ്ടെന്ന മലയാളിയുടെ പ്രഖ്യാപനം ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് ഇവിടെ. വെറുപ്പിന്റെയും വിദ്വേഷ പ്രചരണങ്ങളുടെയും വർത്തമാനകാലത്ത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള എല്ലാത്തരം ഭീതി പ്രചരണങ്ങൾക്കുമുള്ള മറുപടിയായി ഫറൂഖിലെ ആ വീട്ടിലേക്ക് ചൂണ്ടി മലയാളി പറയുന്നുണ്ട്: ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ യഥാർത്ഥ കഥയെന്ന്, ദ റിയൽ കേരള സ്റ്റോറി എന്ന്.